കുട്ടീസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത്. തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതെന്ന്. എൻ്റെ വെയിറ്റ് ലോസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള സ്റ്റോറിയാണ് കേട്ടോ പറയുന്നത്. ഒരുപാട് വലിയ സംഭവബഹുലമായിട്ടൊന്നുമില്ല. എന്താ എൻ്റെ സ്റ്റോറി കേട്ട് ആർക്കെങ്കിലും ഇൻസ്പിറേഷനായി അവരും വെയിറ്റ് ലോസ് ചെയ്യുന്നെങ്കിൽ അത് എനിക്ക് വളരെയധികം സന്തോഷമാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. എൻ്റെ ഡെലിവറി കഴിഞ്ഞ ടൈമിലാണ് കേട്ടോ എനിക്ക് വെയിറ്റ് ഗെയിൻ ആവുന്നത്. അന്ന് എനിക്ക് 65 kg ഉണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും. അതിനുശേഷം പിന്നെ വെയിറ്റ് ഗെയിൻ ആയി. എൻ്റെ ഹയ്യസ്റ്റ് ലെവൽ വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് 67 ആണ്. അതിനപ്പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല. അവിടെ എത്തുമ്പോൾ തന്നെ ആരെങ്കിലുമൊക്കെ പറയും, മക്കളെ നല്ല വെയിറ്റ് കയറിയിട്ടുണ്ട്, വെയിറ്റ് കുറയ്ക്കണം. നമ്മളെ വെയിറ്റ് കയറുമ്പോൾ തന്നെ നമ്മളെ കഴുത്തൊക്കെ കൊണ്ടിങ്ങനെ ഒന്നിങ്ങനെ ചെറുതാവും. അപ്പോഴത്തേക്കും ഇങ്ങനെ എല്ലാവരും പറഞ്ഞ കളിയൊക്കെ കേട്ടിട്ട് ഞാൻ മൈൻഡ് ആക്കത്തില്ല. അപ്പോൾ കേൾക്കുമ്പോൾ സങ്കടം വരും. പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് പോലും ഞാൻ മുന്നോട്ട് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ തോന്നുന്ന സങ്കടം പിന്നെ അതങ്ങ് പോവും. അതിനുശേഷം പിന്നെ എനിക്ക് ഒരു ഇത് വന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് അടുത്ത ടൈമിലാണ്. അവളിങ്ങനെ പറഞ്ഞു, നീ വെയിറ്റ് ലോസ് ചെയ്യുക. അവളും ആ ടൈമിൽ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ടായിരുന്നു, മാരേജ് അടുത്തതുകൊണ്ട് തന്നെ. അപ്പോൾ അവളുടെ ഒരു മോട്ടിവേഷനിലാണ് ഞാൻ പിന്നെയും ഞാൻ വിചാരിച്ചത് വെയിറ്റ് ലോസ് ചെയ്യണം, എങ്ങനെയെങ്കിലും വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു ഇതെത്തിയത്. ആ ടൈമിൽ ഞാൻ 65 kg ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഞാൻ ഒരു 3 to 4 kg കുറച്ച് ഞാൻ 61 kg വരെ എത്തിയായിരുന്നു. മാരേജ് അടുപ്പിച്ച് 61 kg വരെ എത്തിയായിരുന്നു. മാരേജ് കഴിഞ്ഞ ശേഷം നമ്മുടെ ആവശ്യം കഴിഞ്ഞ വീണ്ടും പഴയപടി ഫുഡ് അടി തുടങ്ങി. വീണ്ടും വെയിറ്റ് ഗെയിൻ ആയി. വീണ്ടും പഴയപടി 67 തന്നെ എത്തി. 67 kg എത്തി. ആ ടൈമിൽ ഇതുപോലെ എൻ്റെ കുഞ്ഞ് പറഞ്ഞു, മക്കളെ വെയിറ്റ് കൂടുന്നുണ്ട്, ഇനി കൂട്ടലും ഒരുപാട് കൂടിയാൽ കാണാൻ ഒരു ഭംഗിയുമില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ വീണ്ടും യൂട്യൂബിൽ ഇതുപോലെ ഓരോ വെയിറ്റ് ലോസ് വീഡിയോ ഒക്കെ കണ്ട് വീണ്ടും ഞാൻ മോട്ടിവേറ്റഡ് ആയിട്ട് വീണ്ടും ഡയറ്റും വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഡയറ്റ് മാത്രം പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ട് കാര്യമില്ല, വർക്കൗട്ടും കൂടെ വേണം. 80% ഡയറ്റും 20% വർക്കൗട്ടും ചെയ്താലേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ മെയിനായിട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഷുഗർ ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഷുഗർ ഞാൻ കഴിക്കും, പക്ഷേ അളവ് കുറച്ച്, അല്ലെങ്കിൽ വല്ലപ്പോഴോ അങ്ങനെ. ഞാൻ ചായയിലൊന്നും ഷുഗർ ആഡ് ചെയ്യത്തില്ല. പിന്നെ എന്തെങ്കിലും ക്രേവിങ്സ് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വല്ല സ്വീറ്റ്സ് എന്തെങ്കിലും കഴിക്കുന്നതല്ലാതെ ഞാൻ ഒരുപാട് ഷുഗർ കഴിക്കത്തില്ല. പിന്നെ ഫുഡ് ഞാൻ ബാലൻസ് ചെയ്തു, അത് കൺട്രോൾ ചെയ്തു. ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കാതെ ക്വാണ്ടിറ്റി ഞാൻ കുറച്ച് ബാലൻസ് ചെയ്താണ്. ഉച്ചയ്ക്ക് ഞാൻ എന്തായാലും ചോറാണ് കഴിക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും പ്രോട്ടീൻ ആഡ് ചെയ്യാൻ നോക്കും. കൂടുതലായിട്ട് ഞാൻ മുട്ടയാണ് എടുക്കുന്നത്. പിന്നെ നമ്മളെ കടല, പയർ, ഈ സംഭവങ്ങളൊക്കെ നല്ല പ്രോട്ടീനായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ പ്രോട്ടീൻ കൂടുതൽ എടുത്തിട്ട് കാർബ് കുറച്ചിട്ടാണ് ഞാൻ ഡയറ്റ് എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ഞാനൊരു ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ ലേറ്റായിട്ട് വർക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല വിശപ്പായിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് ഫുഡിങ്ങനെ ഒരുപാടിങ്ങനെ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു രാവിലെ എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കട്ട് ചെയ്യും. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാതിരുന്നാൽ അത് നല്ലതല്ല എന്ന് പറയും, അത് ബ്രെയിനിൻ്റെ ഫുഡാണ്. ബട്ട് ഞാൻ രാവിലെ ഒരു ബ്ലാക്ക് കോഫി കുടിച്ചുകൊണ്ട് പോകും. പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. ഉച്ചയ്ക്കാണ് ഞാൻ ഫസ്റ്റ് മീൽ ഇപ്പോൾ എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഈവനിങ് വന്ന് ഞാനൊരു 7 മണിക്ക് ഉള്ളിൽ ഞാൻ എൻ്റെ ഡിന്നർ ക്ലോസ് ചെയ്യും കേട്ടോ. അത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർ മെയിനായിട്ട് ചിന്തിക്കണം, ഒരു ലേറ്റായിട്ട് ഫുഡ് ഒരിക്കലും കഴിക്കാൻ നിൽക്കരുത്, നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. അപ്പം നമ്മളൊരു 7 മണിക്ക് മുന്നേ, മാക്സിമം ഒരു 8 മണി, അതിൽ കൂടുതൽ പോകാതിരിക്കാൻ നോക്കുക. 7 മണിക്ക് മുന്നേ തന്നെ ഞാൻ എൻ്റെ ഡിന്നർ ഞാൻ ക്ലോസ് ചെയ്യും. പിന്നെ ഫുൾ വെള്ളം കുടിക്കും കേട്ടോ. ഒരുപാട് വെള്ളം കുടിക്കണം. ഡെയിലി ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. ഞാൻ മാക്സിമം 2 ലിറ്റർ വെള്ളം കുടിക്കാൻ നോക്കാറുണ്ട്. പിന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഫുഡിൽ ആഡ് ചെയ്യണം. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അടുത്തത് നമ്മുടെ വർക്കൗട്ടിൻ്റെ കാര്യം പറയാം. വർക്കൗട്ടിലേക്ക് കിടക്കുകയാണെങ്കിൽ ജിമ്മിൽ പോകാൻ പറ്റുന്നവർ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക.
എനിക്കിപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ വീട്ടിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ജിമ്മിൽ പോയി തന്നെ വർക്കൗട്ട് ചെയ്യണമെന്നൊരു നിർബന്ധവുമില്ല. അങ്ങനെ പോകാൻ പറ്റാത്തവർക്ക് വീട്ടിൽ നമ്മൾ യൂട്യൂബ് നോക്കിയിട്ട്, യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, ആ യൂട്യൂബ് നോക്കിയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഡെയിലി ഒരു കുറഞ്ഞതൊരു 10 മിനിറ്റ്സ് എങ്കിലും വർക്കൗട്ട് ചെയ്താൽ നല്ലത്. പിന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് നടക്കാം. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ നമ്മൾ നടന്നാലും മതി. നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് നമ്മൾ കൊടുക്കണം. എന്നാലേ നമ്മൾ വെയിറ്റ് ലോസ് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ കുറഞ്ഞത് ഒരു 20 മിനിറ്റ്സ്, കൂടിയാൽ ഒരു 45 മിനിറ്റ്സൊക്കെ വർക്കൗട്ട് ചെയ്യും. ചില ദിവസം 45 മിനിറ്റ്സ്, ചില ദിവസം അത്ര ക്ഷീണമാണെങ്കിൽ 20 മിനിറ്റ്സിൽ നിർത്താറുണ്ട്. അല്ലെങ്കിൽ 30 മിനിറ്റ്സ് അങ്ങനെ വർക്കൗട്ട് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ പ്രോപ്പറായിട്ട് നമ്മൾ വെള്ളം കുടിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക. വെജിറ്റബിൾസിൽ നമ്മൾ ക്യാരറ്റ്, കുക്കുംബറൊക്കെ നമുക്ക് നല്ലതാണ്. ഫ്രൂട്ട്സ് കഴിക്കുക. ഇതൊക്കെ നമ്മുടെ വെയിറ്റ് ലോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കൂടുതലായിട്ട് ഞാൻ കഴിച്ചിട്ടുള്ള ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ വാട്ടർമെലൺ ആണ്. അത് നമ്മുടെ ഒരുപാട് കലോറിയൊന്നുമില്ല. അതുമല്ല നമുക്ക് ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് അതിനകത്ത് നിന്ന് തന്നെ കിട്ടും. അപ്പം നമ്മൾ വാട്ടർമെലൺ കഴിക്കുന്നത് നമ്മളെ ബോഡിക്ക് നല്ലതാണ്. പിന്നെ ഞാൻ റോബസ്റ്റ പഴമാണ് കഴിക്കുന്നത്. അതിലും നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് അതിലും ഒരുപാട് കലോറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് റോബസ്റ്റ പഴമാണ് ഞാൻ എപ്പോഴും വെയിറ്റ് ലോസിന് എടുക്കുന്നത്. ഏത്തപ്പഴമൊക്കെ നമ്മുടെ വെയിറ്റ് ഗെയിൻ ആക്കത്തേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഏത്തപ്പഴം വല്ലപ്പഴം കഴിച്ചെന്ന് വെച്ചാൽ കുഴപ്പമില്ല, എന്നാലും ഞാൻ കൂടുതലും എടുക്കുന്നത് റോബസ്റ്റ പഴമാണ്. പിന്നെ എഗ്ഗ്, ചിപ്പി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് പ്രോട്ടീന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ വെയിറ്റ് ലോസിന് നമ്മളത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആദ്യം നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ അത് നമ്മൾ ചെയ്താൽ പിന്നെ നമ്മളത് മുന്നോട്ട് പൊക്കോളും. അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കണം. ആ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു റിസൾട്ട് കാണുമ്പോൾ നമ്മൾ പിന്നെ അത് മോട്ടിവേറ്റ് ആക്കും. നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു 1 വീക്ക് നമ്മളൊന്ന് ഡയറ്റ് എടുത്ത് നോക്കുക. പതുക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ വാക്കിംഗ് ചെയ്യുക, നടക്കുക. ഇതൊക്കെ ഒരു 10K സ്റ്റെപ്സൊക്കെ നമ്മൾ നടക്കുമ്പോൾ തന്നെ നമുക്ക് വേറെ വർക്കൗട്ട് വേണ്ട, അത് തന്നെ ധാരാളമാണ്. അത് നമ്മുടെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് കുറയുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും നല്ല മോട്ടിവേറ്റ് ആക്കും. നോർമലി നമ്മൾ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് 2 വീക്കൊക്കെ നമുക്ക് നല്ല വെയിറ്റ് ലോസ് ആകും. കാരണം നമ്മുടെ ബോഡിയിലെ വാട്ടർ ലോസ് വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ലോസ് കാണിക്കുക. അത് നമുക്ക് നല്ലൊരു മോട്ടിവേഷനാണ്. പിന്നെ പതുക്കെ ഒരു ആദ്യത്തെ ഒരു 4 to 5 kg വാട്ടർ റിഡക്ഷൻ കാണാനായിട്ട് ഉണ്ടാകുന്നതാണ്. അത് കാണുമ്പോൾ തന്നെ നമ്മളെ കൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമെന്നൊരു മോട്ടിവേഷൻ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. പിന്നെ നമ്മളത് ഗീവ് അപ്പ് ചെയ്യില്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവും. ഞാനും അതുപോലെയാണ് ഇപ്പോൾ ഇതുവരെ എത്തി നിൽക്കുന്നത്. ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുക തന്നെ ചെയ്യും. അപ്പോൾ എന്നെപ്പോലെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് തന്നെ, നാളത്തേക്ക് മാറ്റി വയ്ക്കാതെ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. എൻ്റെ വെയിറ്റ് ലോസിൻ്റെ ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കേ.